തിന്മയുടെ ചിന്തകൾ വന്നാൽ തദക്കറൂ, അവരന്നേരം ഓർക്കുന്നവരാണ്, അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും. അല്ലാഹ്, ഞാൻ എന്താ റബ്ബേ ചെയ്യാൻ പോകും, എന്താണ് പടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത്, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. ഫഇദാഹും മുബ്സിറൂൻ, ഉടനെ തന്നെ അവർക്ക് കണ്ണു തുറക്കും. അങ്ങനത്തെവരാ മുത്തഖീങ്ങൾ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും. പിശാചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരന് ഓർമ്മ വന്നു, ഈ ചെറുപ്പക്കാരന് ബോധം വന്നു. അപ്പോൾ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു. അള്ളാഹിനെ പറ്റി ഓർമ്മ വന്നു, തിന്മയിലേക്ക് പോവുക. ബോധം പോയപ്പോൾ ഈ പെണ്ണും തൻ്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങിപ്പിടിച്ചിട്ട് ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി. അപ്പോൾ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ്. മോൻ എവിടെ പോയി? മക്കൾ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ലേറ്റ് ആവരുത്. അതാണ്, അതൊക്കെ ലേറ്റാവുന്ന പിശാച്ചാണ്. തോന്നിയ നേരത്ത് വീട്ടിൽ കയറി വരിക, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ്. വല്യാപ്പ അങ്ങനെ കാത്തിരിക്കുക. അപ്പം ഈ വല്യാപ്പ മോനെ ഇവർ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാ. എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അറിയില്ല, അവിടെ ബോധം കെട്ട് വീണ് കണ്ടെന്നു, ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എവിടെ? ഇവർ പഠിപ്പിക്കാൻ കൊണ്ടുപോയതാ. മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, വാപ്പാ, ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ അമീറുൽ മുഅ്മിനീനോടൊന്ന് ചോദിക്കണം, എന്താണ് മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമീറുൽ മുഅ്മിനീനോട്. മോനോട് പറഞ്ഞു, മോനെ കഥ പറയിൻ, എന്താ മോനെ പറ്റിയത്? വാപ്പ എന്നോട് ചോദിക്കല്ലിൻ, മോൻ പറ, മോൻ എന്ത് പറ്റി? കഥ പറഞ്ഞു കൊടുത്തു. വാപ്പ ഇത് കേട്ടിട്ട് മോൻ്റെ റിക്വസ്റ്റ് അമീറുൽ മുഅ്മിനീനെ അറിയിക്കാൻ പോയപ്പോഴേക്കും മരണത്തിന്റെ വേദന വന്നു. ഉടനെ തന്നെ മരിച്ചു പോകുന്നു ഈ ചെറുപ്പക്കാരൻ. വല്യാപ്പ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക്. അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ കഥ കേട്ടിട്ട് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഖബറിലേക്ക് വെച്ച് ഉമർ ഫാറൂഖ് തങ്ങളും സ്വഹാബികളും ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. എനിക്കെന്താണ് അള്ളാഹിനെ ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂപ്പാ. ഉമർ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ, ചെയ്യാത്ത പെൺകുട്ടി, തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ എൻ്റെ സഹോദര, നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ? ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരും അസ്ഹാബും കേൾക്കുന്നത്, ബലാ ഖദ് വജത്തുഹുമാ. അമീറുൽ മുഅ്മിനീൻ, ആ രണ്ട് സ്വർഗം എനിക്കെൻ്റെ റബ്ബ് നൽകിക്കഴിഞ്ഞു. മരണത്തിന് ശേഷം, മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ കിതാബുൽ മഖാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു. സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത്. കിട്ടി, എനിക്ക് രണ്ടും അല്ലാഹു തന്നു, രണ്ട് സ്വർഗം തന്നിരിക്കുന്നു, അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടവരാ, നന്നായി പേടിക്കേണ്ടവരാ. മുഅ്മിനെ ആണും പെണ്ണും പേടിക്കണം. ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട്. അവരെ റോമക്കാരോട് പടപൊരുതാൻ പോയതാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോൾ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ്.
റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ്. അവരിൽപ്പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇന്ന് നടക്കുന്നത്? ഇന്നത്തെ കഥ അതല്ലേ? കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വയ്യ, കോളേജിലേക്ക് പോകാൻ വയ്യ. എന്താ? നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ, തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണെ, അള്ളാഹുവിനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈകളിൽ അള്ളാഹു തരുന്ന ഫോണും അള്ളാഹു തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ, ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ? എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമന്റ് ചെയ്യാനോ മറുപടി പറയാനോ, നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ, നീ കഥ പറയുന്നതോ, മെസ്സേജ് അയക്കുന്നതോ, കമന്റ് ചെയ്യുന്നതോ, നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, കൈഫസ് സബീലു ഇലൈകി, എനിക്കെങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിൻ്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യൻ്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നവർ, ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാഹ്. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു പോയല്ലോ. കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത്. എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട്? എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത്? അന്യാളുകളോട്, അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. മുഅ്മിനീങ്ങളെ ആലോചിക്കും, മുഅ്മിനെ ആലോചിക്കിൻ. ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന്? അതൊക്കെ കോമൺ അല്ല. അതിപ്പോൾ ആരാ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ? ഇല്ലല്ലോ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ ഇബ്നു അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. അയാളൊന്ന് വിളിക്കിൻ. ഇപ്പോൾ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കുകയാണ്, ഇസ്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ ചോദിച്ചു, ഇബ്നു അബ്ദുറഹ്മാൻ, മാ ഫഅല സ്വലാതുക വ ഖുർആനുക, നിന്റെ ഖുർആനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി അബ്ദുറഹ്മാൻ? ഇബ്നു അബ്ദുറഹ്മാൻ ഖുർആൻ പഠിച്ച ആളായിരുന്നു. മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഉൻസിതുഹാ, ഞാനത് മറന്നുപോയി. ഒന്നും ഓർമ്മല്ല. ഖുർആനെല്ലാം മറന്നുപോയി. ഒരായത്തെനിക്ക് ഓർമ്മയുണ്ട്, അത് മാത്രം. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അത് മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് ഖുർആൻ. അത് ഖുർആനിൻ്റെ മറ്റൊരത്ഭുതമാണ്. എല്ലാം മറന്നുപോയി. ഈ മറന്നു പോകാത്ത ഒരേ ഒരു വചനത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? റുബമാ യവദ്ദുല്ലദീന കഫറൂ, അവിശ്വാസമാണ് നല്ലത്, മുസ്ലിമല്ലാതെ നടക്കലാണ് നല്ലത്.
മുസ്ലിമിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും മാറ്റിപ്പിടിച്ച ആളുകൾ നാളെ പരലോകത്ത് വിളിച്ചു പറയും റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങളൊക്കെ മുസ്ലിമായിരുന്നെങ്കിലെന്ന് നാളെ അവിശ്വാസികൾ കൊതിച്ചു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ആയത്ത് മാത്രം ബാക്കിയുണ്ട്. എന്നിട്ട് മുസ്ലിമാവാൻ തൗഫീഖ് ഉണ്ടായോ? ഉണ്ടായില്ല. എന്തേ? ഒരു പെണ്ണിനെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയ ആളാണ്. കള്ളിനെ ചൊല്ലി ഓടിപ്പോയ ആളുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാം നിന്ന് പുറത്തു പോയ ആള് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അന്ന് കല്യാണം കഴിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനീനിലേക്ക് ചേർന്ന് വന്ന റംല ബീവിയെ ആദ്യം കല്യാണം കഴിച്ച ആൾ. അവര് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു, ഹബിഷായിലേക്ക്. അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ. ഉമ്മു ഹബീബ ബീവി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോന്നതാണ്. എന്നിട്ട് നശിക്കാൻ ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ദുബായി പോയിട്ട് കള്ളുടി തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട്, ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട്, ഖത്തറിലെത്തിയിട്ട് കള്ളുകൂടി തുടങ്ങുന്നവർ. ഇവിടുന്ന് മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചൊല്ലുമ്പോഴേക്കും കള്ളുകൂടി തുടങ്ങും. നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത്. ഇതൊക്കെ ഇന്നും നടക്കണില്ലേ? ഒരു ലോകണ് കാണപ്പോടച്ചോനെ, ഇങ്ങനെയൊക്കെയാ ലോകമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മദ്യപിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉമ്മു ഹബീബ ബിവിയോട് പറഞ്ഞു, ഇന്നി നളർതു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്റാനിയ. മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നണില്ല. ഉമ്മു ഹബീബ് പറഞ്ഞു, മഅദല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കിൻ സഹോദര. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ. എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ? എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട്. എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനയണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ് നടന്ന പെൺകുട്ടികളെ പിഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ്. നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രം അണിഞ്ഞ് നീ നടക്ക്, ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പിഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ? നേരെ മറിച്ചുണ്ടല്ലോ, നന്നാക്കുന്നവര്. അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത്, നന്നാവേണ്ടവർ. ഉമ്മു ഹബീബ ഭർത്താവിനെ നന്നാക്കുകയാണ്. മഅദല്ലാഹ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കിൻ. അള്ളാഹുവിനെ പേടിക്കണില്ലേ? കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ? അത് പിന്നെയും പറഞ്ഞു, എനിക്ക് തോന്നുന്നു കള്ളുകുടിയാണ് നല്ലത് എന്ന്. അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരെറിഞ്ഞു കൊടുത്ത ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളാ കള്ളിന് വേണ്ടി. ഇബ്നു അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി. ഇന്നൽ ഈമാന സിർബാലുൻ യുസർബിലുഹുല്ലാഹു മൻ യശാ. അള്ളാഹു ചില ആളുകൾക്ക് അണിയിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നൊരു വസ്ത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരെറിയപ്പെടുന്നുണ്ട്. കാരണം എന്തേ? കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ, കൽബിലേക്ക് പെണ്ണിനോട്, അന്യാണിനോട്, അന്യ പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിൻ്റെ പേരിൽ, തിന്മയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ എടുത്തു കളയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ തരട്ടെ. ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗും ഫസ്തഇദ് ബില്ലാഹ്. എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദുആ ചെയ്യണേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നിട്ടും നിൽക്കണില്ലേ? വേഗം പോയി വുളൂ ചെയ്യ്. വുളൂഇന്റെ ദിക്ർ ചൊല്ലിയിട്ട് വുളൂ എടുക്ക്, നിന്റെ ഹൃദയത്തിന് ശാന്തി വരും. ഇല്ലെങ്കിൽ ദുആ ചെയ്യണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുമിച്ച് ദുആയിരക്ക് എല്ലാവരും ഒരുമിച്ച് ചൊല്ലിൻ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ
ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം, ഈമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ. ബഅദ ഇദ് ഹദൈതനാ, നന്മ എന്താണെന്നറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത്, എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ. ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. عائشة رضي الله عنها പറയുന്നു عن عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹ്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ. ആരാ ദുആ ഇറക്കണത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ഇതാ. സുജൂദിൽ കിടന്ന് ദുആ ഇറക്കും, പടച്ചോനെ ഹൃദയത്തെ നീ മാറ്റിമറിക്കേണ്ട റബ്ബേ. നല്ല മനുഷ്യന്മാർ കേടായി പോകുന്നുണ്ട്, എത്രയോ നല്ലവർ തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പടച്ചവനെ ഖൽബിനെ നീ മറിക്കുകയാണ്. എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിൻ്റെ ചങ്ങായിൻ്റെ ഫോൺ നമ്പർ കിട്ടി, അവൻ വിളി തുടങ്ങി, അങ്ങോട്ട് വിളി തുടങ്ങി, മെസ്സേജ് ആയതായി ഇറങ്ങിപ്പോലായി. യാ പടച്ചോനെ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ദുആ ചെയ്തത്, ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം? അള്ളാഹിൻ്റെ ഹബീബാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത്. എന്തേന്നറിയോ? ഇതിൻ്റെ ഒക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ്. സ്വർഗം എന്താണ്? ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകമാണോ? അല്ലല്ലോ. നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നുമല്ലല്ലോ. ഫീഹാ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് കാണുമ്പോഴേക്കും ചെറിയ നെട്ടിപ്പോ, അടച്ചോനെ ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത്? അതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഒരു ഡിസൈനറുടെ, ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗം എന്താണെന്ന്. അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഇത് തരുന്നത് ആർക്കാണെന്നറിയോ? ഈ തിന്മയുടെയും നന്മയുടെയും വടംവലിയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയത്തെ അടിയുറപ്പിച്ചു തരണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ മക്കൾക്ക് പിശാചിന്റെ ബാധ വരാതെ കാക്കേണമേ. അല്ലാഹുമ്മ ജന്നിബ്ഹു ശയാതീൻ. അല്ലാഹുവേ, പിശാചിന്റെ ബാധ വരാതെ കാക്കേണമേ. ഇത് ദുആ ചെയ്തിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരിശുദ്ധ ശിരസിൽ കൈവച്ചുകൊണ്ട് അവരുടെ വല്യപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മാതാപിതാക്കൾ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ, ഒരിക്കലും ശപിച്ചു പോകല്ലേ. ഇന്ന ലില്ലാഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ ഇല്ലാ ഇസ്തജാബ ലഹ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ, എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അല്ലാഹു ഉത്തരം നൽകിയേക്കും. അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ.
മക്കൾ എന്ത് തിന്മ ചെയ്താലും അവർക്ക് നന്മയായി തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു കൊടുക്കിൻ മാതാപിതാക്കൾ. അവരെ ശപിച്ച് തള്ളലിൻ. അവർക്ക് സ്വർഗം വേണ്ടേ, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണ്ടേ, അവർ സ്വർഗത്തിലേക്ക് വരണ്ടേ, നരകത്തിലേക്കെന്ന് പറഞ്ഞ് തള്ളിവിടലിൻ. മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കിൻ, ഗുരുനാഥന്മാർ പൊരുത്തം കൊടുക്കിൻ. സമൂഹത്തിൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരണ്ടേ. മഹാനായ മഅറൂഫുൽ ഖർഖിയോട് ഒന്ന് ദുആ ചെയ്യണേ, ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ദിജ്ലയുടെ ഓളങ്ങളിൽ വിളക്ക് കത്തിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരെ കാണിച്ചിട്ട് മഹാനായ ദുആഇന് ഉത്തരമുള്ള മഹാൻ മഅറൂഫുൽ ഖർഖിയോട് അസ്ഹാബ് ചോദിച്ചു, നിങ്ങളൊന്ന് ദുആ ചെയ്യിൻ ഇവരെ നശിപ്പിക്കാൻ. നിസ്കരിക്കാതെ മഗ്‌രിബ് നിസ്കാരം ഖളാ ആക്കിയിട്ട് വിളക്ക് കത്തിച്ച് മദ്യപിച്ച് ഈ വെള്ളത്തിൽ പുഴയിൽ ഇങ്ങനെ നടക്കുന്ന അന്ന് ഇറാഖിലെ ദിജ്ലയിൽ നടക്കുന്ന സംഭവം മഹാനായ മഅറൂഫുൽ ഖർഖിയോട് പറഞ്ഞത് ഇവരെ നശിപ്പിക്കാൻ ദുആ ചെയ്യണേ. മഹാൻ ദുആ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ലോകത്ത് അവർക്ക് നീ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നശിപ്പിക്കണേ എന്നല്ല, നാശം വരട്ടെ എന്നല്ല, നന്നായി വരട്ടെ. അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ അവർക്ക് ആനന്ദം നൽകിയതുപോലെ നാളെ പരലോകത്ത് ആനന്ദം കൊടുക്കണേ. അതിൻ്റെ അർത്ഥം കള്ളുകുടിയൊക്കെ നിർത്തിയിട്ട് നല്ല മക്കളായി ജീവിച്ചാലേ ആഖിറത്തിൽ ആനന്ദമുണ്ടാകൂ. ഈ മക്കളെ ഒന്ന് നന്നാക്കി കൊടുക്കണേ. ഇത് പ്രാർത്ഥിച്ച മഅറൂഫുൽ ഖർഖിയെ പോലെ ഉമ്മയുടെ മനസ്സ് തുറക്കണം, വാപ്പയുടെ മനസ്സ് തുറക്കണം, മുതിർന്നവരുടെ മനസ്സ് തുറക്കണം. സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശപിച്ചു കളയലിനാരെയും നന്മ വരട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗം അല്ലാഹു വെട്ടിത്തെളിക്കട്ടെ, തിന്മകൾ അല്ലാഹു പുറത്തു തരട്ടെ, അവന്റെ റഹ്മത്തുകൾ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടും അല്ലാഹു വർഷിപ്പിക്കട്ടെ. സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു ഈ രാത്രി നമുക്ക് പുറത്തു തരട്ടെ. ഒരൊറ്റ ദുആ പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനം ചോദിക്കാനുള്ള പ്രാർത്ഥനകളുടെ നേതാവ്. മൻ ഖാലഹാ ഫീ ലൈലത്തിൻ, ഒരു രാത്രി ആ വാക്കുച്ചരിക്കുകയും ആ ദുആ ചൊല്ലുകയും ഫതുവഫി ഫമാത ഫീ തിൽക്കൽ ലൈല, ആ രാത്രി തന്നെ അയാൾ മരിക്കുകയും ചെയ്താൽ, ഈ വചനങ്ങൾ ശ്രദ്ധയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ അൻത റബ്ബി, നീ ഞങ്ങളുടെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഉടമസ്ഥനില്ല പടച്ചവനെ. ഖലഖ്തനി വഅന അബ്ദുക, നീ എന്നെ പടച്ചു, ഞാൻ നിന്റെ അടിമയാണ്. വഅലാ അഹ്ദിക വവഅദിക മസ്തതഅത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി നീ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരുക്കമാണ് അല്ലാഹ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അതിൻ്റെ പാപത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്നത് ഒരുപാട് നിഅമത്താണ്. വഅബൂഉ ബിദംബി, പകരം ഞാൻ ചെയ്തത് തെറ്റുകളാണ് റബ്ബേ.
ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തുതാ. ലാ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പുറത്തു തരാൻ ആളില്ലല്ലോ അല്ലാഹ്. ഇത് ശ്രദ്ധയോടുകൂടെ ഒരു പകലിൽ പറഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ആ ഹബീബല്ലേ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു നമ്മെല്ലാവർക്കും പുറത്തു തരട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പാപങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടവരായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നമ്മളോടുണ്ടാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അള്ളാഹു നമ്മെ ചേർക്കട്ടെ. തെറ്റുകൾ സംഭവിക്കാതെ അള്ളാഹു കാക്കട്ടെ. സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ ഉടനെ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. ഐഷുസ്സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയാണ്. പിന്നെ സന്തോഷമാണ്. എല്ലാം എൻ്റെ റബ്ബാണ് ഇടപെടുന്നത്, എല്ലാം എൻ്റെ റബ്ബിൻ്റേതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമ, ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടത്തിനല്ല. ഞാൻ ജീവിക്കുന്നത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ട് പലതും നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ, എനിക്കത് മതി. അങ്ങനെ ഇഷ്ടപ്പെടുന്ന മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയാൽ അൽഹംദുലില്ലാഹ്, ജീവിതം വിജയിച്ചില്ലേ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖൈറ മാ യതസവ്വജുൽ അബ്ദു ബഅദ തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള തഖ്വ കഴിഞ്ഞൊരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം, വലിയ സമ്പാദ്യം അൽ മർഅത്തുസ് സ്വാലിഹ, ഏറ്റവും നല്ല അള്ളാഹുലേക്ക് സഹായിക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ നമ്മുടെ മക്കളുടെ ഉമ്മ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ, നമ്മുടെ ഭാര്യമാർ അള്ളാഹുലേക്ക് നമ്മെ സഹായിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് രക്ഷ കിട്ടി, നമ്മൾ നന്നായി. ഇതിനു വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന വചനങ്ങൾ ഓതിയിട്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം, വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയണം സത്യവിശ്വാസികൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും കൺകുളിർമയെ തരണേ. ഇതാണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണാം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. എന്തെങ്കിലും പഴപ്പിക്കുന്നു അവരോട് പറയാം, ഞാൻ നീ വിചാരിച്ച ആളല്ല, എനിക്കിത് പറ്റൂല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ വേണം. പെൺകുട്ടികളെങ്ങാനും ചെറുപ്പക്കാരെ പഴപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് സഹോദരി, നിക്കാഹിലൂടെ അല്ലാതെ ഒരന്യ സ്ത്രീക്കോ പുരുഷനോ സംസാരിക്കാനോ കാണാനോ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന മക്കൾ, ഇത് കൺകുളിർമയാണ്. ചോദിക്കണം മാതാപിതാക്കൾ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർ കാരുണ്യവാന്റെ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അവരുടെ പ്രത്യേകത ഇങ്ങനെ ദുആ ചെയ്യുന്നതാണ്. റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഭാര്യമാരെ ദുആരക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അർത്ഥം വരും. അത്ഭുതമുള്ള വാക്കാണത് അസ്വാജ്. ആണിനും പറയും പെണ്ണിനും പറയും ഒരേ സമയം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നീ തരേണമേ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും എന്ത് തരണം, ഖുർറത അയുനിൻ, കണ്ണിൻ്റെ കുളിർമ തരണേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ. ആരാ മുത്തഖീങ്ങൾ? എൻ്റെ കുടുംബം. അവരുടെ ഇമാമ് ഞാൻ, ഇമാമ് ചെയ്യുന്നതേ മഅ്മൂമ് ചെയ്യൂ. അപ്പം എന്നെ നന്നാക്കി തരണേ പടച്ചോനെ. അതല്ല അതിനർത്ഥം, ഞാൻ ഇമാമാവണം, എന്നെ കണ്ടു പഠിക്കുന്നവരാകണം എൻ്റെ മക്കൾ, നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യാൻ. കൺകുളിർമുണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്തേ? അവിടെ ഖൽബ് അല്ലാഹുവിലേക്ക് ബന്ധിച്ചു കഴിഞ്ഞു, ഹൃദയം അല്ലാഹുവിലേക്കാണ്. പിന്നെ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും സന്തോഷമാണ്. അങ്ങനെയാണ് മരിക്കാൻ പോകുന്ന നേരത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്. അവരുടെ ഭാര്യ നിലവിളിച്ചു കരഞ്ഞു, വാ കർബാ, എൻ്റെ സങ്കടമേ, വാ ഹസ്റതാ, എൻ്റെ പ്രയാസമേ. ബിലാൽ എന്നവർ മരിച്ചു പോകുമ്പോൾ റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ അവസാന സെക്കൻഡുകളിലേക്ക് എത്തിയപ്പോൾ, ഭാര്യ ഇങ്ങനെ കരഞ്ഞപ്പോൾ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, വാ തൊറബാ, ആനന്ദമേ. മരിക്കാൻ പോകുന്ന ആള് പറയാം,
വാ തുറബാ ആനന്ദമേ ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹബാ. നാളെയല്ലയോ സന്തോഷം, നാളെയല്ലയോ സന്തോഷം. എൻ്റെ ഖബറിലേക്ക് ഞാൻ അങ്ങ് വെക്കപ്പെട്ടാൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പോവുകയാണ്. വസ്വഹ്ബഹു, അവിടുത്തെ സ്വഹാബികളെ കാണാൻ പോവുകയല്ലയോ. ഞാൻ എന്തിന് സങ്കടപ്പെടണം? എൻ്റെ മരണം വാ തുറബാ ആനന്ദമേ. ഇവരൊക്കെയാണ് സന്തോഷം കിട്ടിയവർ, ആനന്ദിച്ചവർ. നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്ത്. മുഅ്മിൻ ആരാണെന്ന് പറഞ്ഞു തരട്ടെ, ആരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ. തബസ്സും ബർലബസ്ത്, മർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ, മരിക്കാൻ കിടക്കുമ്പോൾ, അത് വെന്റിലേറ്ററിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും റോട്ടിൽ കിടന്ന് ആക്സിഡൻ്റായി കിടക്കുകയാണെങ്കിലും, മർഗ് ആമദ്, മരണം വരുമ്പോൾ, തബസ്സും ബർലബസ്ത്, ചുണ്ടുകളിൽ പുഞ്ചിരിച്ച് അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് വരികയാണ്, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്. ആയിഷ ബീവിയോട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ആയിഷ ബീവി, ആർക്കൊക്കെ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ആർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമല്ലയോ അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമല്ല. ഇത് പറഞ്ഞപ്പോൾ നമ്മളെപ്പോലെ ചിന്തിച്ചു ആയിഷ ബീവി. നമുക്ക് വേണ്ടി ഒരു മറുപടി വാങ്ങിച്ചു തന്നു. നബി തങ്ങളോട് ചോദിച്ചു, കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളെല്ലാവർക്കും മരണം വെറുപ്പാണല്ലോ നബിയേ. അള്ളാഹനെ കാണാൻ ഇഷ്ടമുള്ളവരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് മരണം വെറുപ്പാണല്ലോ നബിയേ. ഞങ്ങളോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ലേ? ആയിഷ, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോടും സത്യവിശ്വാസിനിയോടും അള്ളാഹുവിൻ്റെ മാലാഖമാർ സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇങ്ങോട്ട് നീ വരുന്നില്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുന്നവരെ, അവരെ കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. മരണമാസന്നമാകുമ്പോൾ നരകത്തിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോരുന്നോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് മരിക്കുന്നവൻ, നിലവിളിക്കുന്നുണ്ട് മരണത്തോട് മല്ലടിക്കുന്നവൻ. അത്തരക്കാരായ നരകവാസികളെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമല്ല ആയിഷ. ഇതാണ് ഹദീസിന്റെ അർത്ഥമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു റബ്ബാണെന്ന് വിശ്വസിച്ചവർ, എപ്പോഴും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന് ഓർമ്മ വന്നവർ, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിൻ്റെ മാലാഖമാർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫൂ, അവർ പറയും മരിക്കുന്ന നേരത്ത്, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ. നിങ്ങളുടെ കുടുംബം സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കുടുംബം സങ്കടത്തിലാണ്, നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് സന്തോഷം പറയാൻ മാലാഖമാർ മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. മഹാനായ ശംസുൽ ഉലമ, ആ മഹാനുഭാവന്റെ പേരിലല്ല ഇവിടുത്തെ സ്ഥാപനം നിലനിൽക്കുന്നത്. ആ മഹാനുഭാവൻ മരണമാസന്നമാകുന്ന നേരത്ത് റൂമിലുള്ള തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളൊന്ന് പുറത്തു പോവണം, ചില ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഫാത്തിമ ഹോസ്പിറ്റലിലെ കോഴിക്കോട്, അന്ന് ഞങ്ങളെ ദാറുൽ ഹുദയിൽ ഫിഖ് പഠിപ്പിച്ചിരുന്ന, ഞങ്ങൾ മഹല്ലി ഓതി തന്നിരുന്ന ഉസ്താദ്,
അന്ന് ശംസുൽ ഉലമയുടെ കൂടെ ഉസ്താദിൻ്റെ കൂടെ ഖിദ്മത്തിന് അവിടെ ICUലുണ്ട്. പിറ്റേന്ന് രാവിലെ വന്ന് പറഞ്ഞു തന്ന സംഭവം അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളോടൊക്കെ പോവാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട്, ഞങ്ങൾ ആരെയും കണ്ടില്ല. ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് അത് അള്ളാഹുവിൻ്റെ മാലാഖമാരായിരിക്കണം. നിങ്ങൾ പോയിൻ, ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, തിരക്കുണ്ടാക്കലിൻ, സ്ഥലം ഒഴിഞ്ഞു കൊടുക്കിൻ. എല്ലാവരും പുറത്തായി. മഹാനായ ശംസുൽ ഉലമ അങ്ങനെ വളരെ മുഅ്മിനായ മനുഷ്യന്റെ അന്ത്യം ഖാത്തിമത്ത് എങ്ങനെയാണോ ആ സർവമാന ഹുസ്നും സർവമാന ചമൽക്കാരവും ഭംഗിയും എല്ലാം ആവാഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ, അതുപോലെയുള്ള പണ്ഡിത മഹത്തുക്കളെ അവരോടൊപ്പം അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂടെ നിൽക്കുന്നവരും അവർ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടോ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടോ അവരോടൊപ്പം നിൽക്കുന്നവരുമായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ. തതജാഫാ ജുനൂബുഹും, അവർ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്, അവർ ദീനീ ദഅവത്ത് ചെയ്തവരാണ്, ഇൽമു പഠിപ്പിച്ചു കൊടുത്തവരാണ്, ഇസ്തിഖാമത്തിൽ നിന്നവരാ. മരണത്തിന്റെ സമയത്ത് മലാഖമാര് വന്ന് സന്തോഷം പറഞ്ഞു കൊടുക്കും, പോരുന്നില്ലേ? ഞാൻ പോരുകയാണ്. മരണത്തിന്റെ നേരത്ത് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈമാനിന്റെ അടയാളമെന്ന് അല്ലാമ ഇഖ്ബാലിന്റെ കവിതകളിൽ അവസാനത്തെ കവിതയാണത്. നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്. ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ടെങ്കിൽ അവരാണ് മുഅ്മിൻ. അല്ലാഹു അന്നേരത്ത് പുഞ്ചിരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. 20ന്റെ മുമ്പ് മരിച്ചു പോകുന്നവർ, 30ന്റെ ഉള്ളിൽ മരിക്കുന്നവർ, 40ന്റെ ഉള്ളിൽ, 50ന്റെ ഉള്ളിൽ, 60ഉം 70ഉം കഴിഞ്ഞ് 80ഉം കഴിഞ്ഞ് എനിക്ക് മരണമില്ലേ, എപ്പോഴാണ് എൻ്റെ മലക്ക് വരുന്നെന്ന് കാത്തുകിടക്കുന്ന രോഗികൾ, അള്ളാഹു എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവൻ്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് ഉസ്താദുമാർക്ക് അല്ലാഹു നൽകട്ടെ. ദീനിനെ സഹായിച്ചവർക്ക് അല്ലാഹു നൽകട്ടെ. ഐഷു സുഅദാ, അത് സന്തുഷ്ടരുടെ ജീവിതമാണ്. പിന്നെ എന്തിനാ? എല്ലാം അല്ലാഹുവിൻ്റേത്. മരണം പോലും ആനന്ദം, എല്ലാം ആനന്ദം. ഒരു താബിഈയത്തായ വനിതയുടെ കൈ മുറിഞ്ഞു പോയി, കൈയിൽ നിന്ന് ചോര ഇങ്ങനെ വന്ന്, കൈവിരലിൽ കത്തി തട്ടി ചോര വന്ന് കൈ മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പുഞ്ചിരിച്ചു. അപ്പൊ കൂടെയുള്ള മൗലാത്ത് ചോദിച്ചു, ഉമ്മ കൈയിൻ്റെ വേദന വന്നിട്ട് ചോര ഒലിക്കുന്നുണ്ടല്ലോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിരിക്കണോ? എന്താ മറുപടി എന്നറിയോ? ذكرت حلاوة أجره فأنساني مرارة ألمه. ذكرت حلاوة أجره فأنساني مرارة ألمه. ഈ കൈയിൻ്റെ മുറിവിന് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്, കൂലി എത്രയാണ്? ഒരു മുള്ളു തറച്ചാൽ അല്ലാഹു നമുക്ക് കൂലി തരുന്നുണ്ടല്ലോ. പനിച്ചാൽ കൂലിയുണ്ട്, പനിക്ക് കൂലിയുണ്ട്, ഹദീസാണ്. തലവേദനയ്ക്ക് കൂലിയുണ്ട്, ശരീരത്തിൽ അസുഖം വന്നാൽ കൂലിയുണ്ട്. ശരീരത്തിൻ്റെ ഊരവേദനയോ കാലിൻ്റെ മുട്ടിന് വേദനയോ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരും. എപ്പോ? ചീത്ത പറയല്ലേ, എൻ്റെ ഒരു മുട്ടുംകാല്, അത് പറയല്ലേ. ഇത് അല്ലാഹു തന്നതാണ്, എൻ്റെ മെഹബൂബ് എനിക്ക് സമ്മാനിച്ചതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ എനിക്ക് തന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടല്ലോ. അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം അത് ഓർത്തു നോക്കുമ്പോൾ, അതിൻ്റെ മധുരം ഓർക്കുമ്പോൾ എൻ്റെ വേദനയുടെ കയ്പ് ഞാൻ മറന്നുപോയി. മുഅ്മിനത്തായൊരു പെണ്ണ് ഇപ്പുറത്ത് നിൽക്കണം, ബസ്റയിലേക്ക് വരണം, ഇറാഖിലെ ബസ്റയിലേക്ക്. അവിടെയുണ്ട് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ സഈദ് ഹസനുൽ ബസ്രി തങ്ങൾ അവിടെയുണ്ട്. മഹാനാവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ ചെവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു എന്തോ ചില കാര്യം. ഒന്നും അറിയാത്ത രീതിയിൽ 1 മണിക്കൂറോളം ദർസ് തുടർന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, എല്ലാവരും ഒന്ന് കാക്കണേ, പള്ളിയിൽ ഒരല്പനേരം കഴിഞ്ഞ് പോകാം. എൻ്റെ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു. എൻ്റെ പൊന്നുമോൻ മരണപ്പെട്ട് പൊന്നുമോനെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ്റെ ജനാസ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ മതി. ഈ ഒരു മെസ്സേജ് ആയിരുന്നു 1 മണിക്കൂർ മുമ്പ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
എന്ന ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞില്ല. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവർ, നമ്മളൊക്കെ അല്ലാഹുവിന് ഉടമപ്പെട്ടവർ, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോണ്ടേ, നമുക്കൊക്കെ പോകണല്ലോ. ഈ ഒരു വാക്കല്ലാതെ മുഖത്ത് ഭാവഭേദം വന്നില്ല, ക്ലാസ് നിർത്തിവെച്ചില്ല, അതങ്ങനെ തുടർന്നു. സ്വന്തം കുഞ്ഞ് മരണപ്പെടുന്നതിനേക്കാളും വേദന ഒരു മാതാവിനോ പിതാവിനോ ഇല്ല. കയ്യിന് അനുഭവിക്കുന്ന, കയ്യിന് ചോര തട്ടുന്ന, കൈക്ക് കത്തി തട്ടി മുറിവ് വരുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുടെ കയ്യിനേൽക്കുന്ന ചെറിയ മുറിവ്, ആ മുറിവ് കണ്ടിട്ട് സന്തോഷിച്ച താബിഈയത്തും, പിന്നെ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ഇന്നാ ലില്ലാഹി ചൊല്ലി അള്ളാഹുവിൽ ക്ഷമ ചോദിച്ച് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കളഞ്ഞ മഹാനായ ഹസനുൽ ബസ്രിയും ഈ രണ്ട് മുസീബത്തിൻ്റെ ഇടയിലാണ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ മുസീബത്തും ഇതിൻ്റെ ഇടയിലാണ്, ഇതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. എന്തേ കാരണം? അള്ളാഹു തന്നു, അള്ളാഹു തന്നു, അള്ളാഹു കൊണ്ടുപോയി, അള്ളാഹു തന്നു, അള്ളാഹു കൊണ്ടുപോയി. ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവരെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും. പക്ഷേ അവർ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, അമൽ കുറവാണ്, നിസ്കാരം തഹജ്ജുദ് നിസ്കാരമൊന്നുമില്ല, ദിക്ർ കുറവാണ്, സ്വലാത്തുകൾ കുറവാണ്, ഖുർആനോത്ത് കുറവാണ്. പക്ഷേ അവർക്കൊക്കെ ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർ ജീവിതത്തിൽ ചെയ്ത ഏതോ ഒരു നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ, അവർ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കോട്ടാണെങ്കിൽ ഫയജ്അലുഹുമുല്ലാഹു മർളാ, അവർക്ക് അല്ലാഹു മാരകമായ രോഗം കൊടുത്ത് 1 മാസമോ 2 മാസമോ 1 വർഷമോ 2 വർഷമോ കഠിന വേദനയുള്ള രോഗം കൊടുത്ത് രോഗശയ്യയിൽ കിടത്തി അവർക്ക് ക്ഷമ നൽകിയിട്ട് അല്ലാഹു ഈ 2 മാസത്തെ വേദന കൊണ്ട് വർഷങ്ങളോളം ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം കൊടുത്ത് അല്ലാഹു ഉദ്ദേശിച്ച സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ അല്ലാഹുവിനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാരക രോഗം വരുമ്പോൾ പേടിക്കല്ലേ, മാരക രോഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ തളർന്നു പോകല്ലേ. എൻ്റെ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടുന്ന അമലുകൾക്ക് വേഗത ഇല്ലെന്ന് കണ്ടപ്പോൾ എന്നെ അങ്ങ് കൊണ്ടുപോകാൻ, എന്നെ ഒന്ന് ഉയർത്തിത്തരാൻ, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം തരാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു എന്നെ രോഗിയാക്കി കിടത്തുന്നതാണെന്ന് ക്ഷമിക്കിൻ, ഇന്നാ ലില്ലാഹി ചൊല്ലിൻ. ക്ഷമ പാലിച്ചാൽ ഇത് കാരുണ്യവാനാണ് എന്നെ പരീക്ഷിച്ചത്. ഇന്നാ ലില്ലാഹ്, അള്ളാഹുവിനല്ലേ ഞാൻ കടപ്പെട്ടത്, ഞാൻ അള്ളാഹുവിൻ്റെതാണല്ലോ. സന്തോഷം, വിഷമം വന്നാലും സന്തോഷം, രോഗം വന്നാലും വിഷമല്ല. എന്ത് പരീക്ഷണം വന്ന എന്തേ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ ഷഹീദാവാൻ ഭാഗ്യം തരണേ എന്ന് ചോദിച്ച സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലേ, നബിന്റെ നാട്ടിൽ മദീനയിൽ ഷഹീദാവണം. എവിടെ? യുദ്ധം നടക്കാത്ത നാട്ടിൽ, മക്കയിലും മദീനത്തും യുദ്ധം ചെയ്യാൻ പാടില്ല. അവിടെ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാം എന്നല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത മദീനയിൽ തന്നെ എനിക്ക് ഷഹീദാകണം എന്ന് ചോദിച്ച മഹാനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ചോദ്യം അത്ഭുതമുള്ള ചോദ്യമാണ്. ഷഹീദാവണം എവിടെ കിടന്നിട്ട്? മദീനയിൽ കിടന്നിട്ട്. അവിടെയാണെങ്കിലോ ഷഹീദാവണമെങ്കിൽ യുദ്ധം വേണ്ടേ? യുദ്ധത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്തും. എന്തേ കാരണം എന്നറിയോ? എൻ്റെ റസൂലിൻ്റെ മദീന വിട്ടു പോകാൻ എനിക്കിഷ്ടമല്ല, എനിക്ക് ഇവിടെ കിടക്കണം, പക്ഷെ എനിക്ക് രക്തസാക്ഷിത്വം വേണം. ആ ചോദ്യത്തിന് മറുപടിയായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ മിഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുകയാണ്. ശത്രു വന്ന് കുത്തുന്നു ഉമർ തങ്ങളെ. വയറിന് ആഴമായ മുറിവേറ്റു. സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ സ്വഹാബി മിഹ്റാബിൽ വീഴുന്നു. സ്വഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി അമീറുൽ മുഅ്മിനീൻ എടുത്ത് കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. കുടിച്ച പാല് മുഴുവനും വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉറപ്പിച്ചു ഇനി രക്ഷപ്പെടില്ലെന്ന്. വയറിന് ദ്വാരം സംഭവിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ തങ്ങൾക്ക് ബോധം വരൽപ്പം തെളിഞ്ഞപ്പോൾ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. എന്താ ചോദിച്ചെന്നറിയോ? എൻ്റെ സുബ്ഹി നിസ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എനിക്ക് വുളു എടുത്തു തരിൻ. ചെറുപ്പക്കാരാ, നിസ്കരിക്കാതെ ബെഡ്റൂമിൽ
പുതപ്പെടുത്ത് തലയിൽ മൂടി വെച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺകുട്ടിയെ, പ്രായപൂർത്തിയായ പെൺകുട്ടി, സുബഹി നിസ്കരിക്കാതെ കിടക്കുന്ന പെൺകുട്ടി, ആൺകുട്ടി, നീ ചിന്തിക്ക്. വയറിന് കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ഈ ഉമ്മത്തിന്റെ അമീറുൽ മുഅ്മിനീങ്ങളിൽ രണ്ടാമതായി കടന്നു വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എനിക്കാരെങ്കിലും വുളു ചെയ്തു തരിൻ. ആ കിടന്ന കിടപ്പിൽ വുളു എടുത്ത് നിസ്കാരം, സുബ്ഹി നിസ്കാരം ഖളാ വീട്ടിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഓരോരുത്തരും സന്ദർശിക്കാൻ വരികയാണ്. ഓരോരുത്തരും ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ഏത് രോഗിയാണെങ്കിലും, എത്ര മാരകമായ രോഗമാണെങ്കിലും, ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇതാ നമ്മൾ പറയേണ്ടത്. ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ല, രോഗക്ക് അല്ലാഹു ശിഫയാക്കും. ഇതേ പറയാവൂ. ഏത് രോഗി, ഡോക്ടർമാർ പറഞ്ഞു ഇനി കൊണ്ടുപോയിക്കോളി, മരുന്നൊന്നും ഇവിടെ അല്ല, വീട്ടിൽ കൊണ്ടുപോയി വല്ല കഞ്ഞിവെള്ളം കൊടുത്തോളൂ, എന്നാലും അള്ളാഹുവിന് ശിഫ നൽകാൻ പറ്റും. അള്ളാഹുവിന് ഖളാ ഉണ്ടെങ്കിൽ അള്ളാഹ് ശിഫ കൊടുത്തിട്ടുണ്ട്, അള്ളാഹു കൊടുത്തു എന്ന് വരും. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ല, അള്ളാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കുമെന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോ മഹാനായ ഖലീഫ അവിടെ വേദനയിലല്ല. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണം, ഞാനത് സ്വീകരിക്കുന്നു, സന്തോഷത്തിലാണ്. എല്ലാവരും ഇങ്ങനെ പോകുന്ന പോക്കിലാണ് ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമർ തങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്ന് വിളിക്കിൻ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, സാരല്ല ഉമർ തങ്ങളെ, കുഴപ്പമില്ല. നിലത്തേക്ക് വസ്ത്രമഴിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് സകറാത്തിൽ കിടക്കുന്ന നേരത്താണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മേലേക്കാക്കി കൊടുക്ക്, ഇത് അല്ലാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണയാണ്, നിന്റെ വസ്ത്രം നരകത്തിലേക്ക് പോകുന്നത് നീ അറിയുന്നില്ലേ എന്ന് ഉപദേശിച്ചു കൊടുത്തത് മരണത്തെ മുന്നിൽ കണ്ട നേരത്താണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, നിങ്ങൾ പാൻസ് ധരിച്ചോ ജീൻസ് ധരിച്ചോ ഒരു കുഴപ്പമില്ല, മുസ്ലിമിൻ്റെ വസ്ത്രം ധരിക്കിൻ, മുസ്ലിം ധരിക്കുന്ന പോലെ ധരിക്കിൻ, നിലത്തിഴച്ച് നടക്കല്ല, നെരിയാണിക്ക് താഴേക്ക് ഇറക്കല്ല, പാൻസുകൾ ട്രൗസർ കാണുന്ന രീതിയിൽ സുജൂദ് ചെയ്യല്ല, ഔറത്ത് കാണിച്ചു കൊടുക്കലിൻ, മുസ്ലിമിൻ്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്ക്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം, യാ സ്വഹാബാ, നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ ഞാൻ ചിലത് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപദേശം പറഞ്ഞു തരട്ടെ? ബല, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഉമറുൽ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു. അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മുമ്പ് ഇവിടെ തന്നെ വിചാരണ നിങ്ങൾ ചെയ്തോളൂ, സ്വയം ഒരു വിചാരണ ചെയ്യും. അള്ളാഹു നാളെ അമല് തൂക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നൊരു അമല് തൂക്കിക്കോ, നാളെ രക്ഷപ്പെടുന്നു. എങ്ങനെ? നമ്മൾ സ്വന്തം ഒന്ന് നോക്കുക, ഞാനിപ്പോൾ എത്ര നന്മ ജീവിതത്തിൽ ചെയ്ത്, എത്ര ചെയ്യാമായിരുന്നു, എത്ര കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ, എത്ര തിന്മ ഞാൻ ചെയ്തു. ഇന്ന് ഇവിടെ വിചാരണ ചെയ്താൽ നാളെ രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കടന്നാൽ പിന്നെ സന്തോഷമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവസാനമായി പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയോ? ആരാണ് എൻ്റെ വയറിന് കുത്തിയത് എന്നൊന്ന് നോക്കണേ, ആരാന്നെ കുത്തിയത് നോക്കൂ. അവര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ആ ദുഷ്ടമായ കർമ്മം ചെയ്തത് ഒരമുസ്ലിമാണ്. ഇത് കേട്ടപാടെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. എങ്ങനെ? അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജ്അൽ മൗതി അലാ യദി മുസ്ലിമിൻ ഫഉഖാസിമഹു ഇൻദ റബ്ബി. എന്താ മുഅ്മിനേ ഈ വാക്കുകളൊക്കെ? എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക? എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ? ഉമർ തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, എൻ്റെ മരണം ഒരു മുസ്ലിമിൻ്റെ കയ്യാലെയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ
എന്നെ കൊന്നത് ഒരു മുസ്ലിമായിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ അള്ളാന്റെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള്, എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരുപക്ഷെ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ, ഉമറിന്റെ ഈമാനിനേക്കാളും ഈമാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ. എന്നെ വധിച്ചത് മുസ്ലിമല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അൽഹംദുലില്ലാഹി ചൊല്ലിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ചിന്തകളൊക്കെ? എന്താണ് ഈ മഹാത്ഭുതങ്ങൾ? മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം. ഇങ്ങനെ എൻ്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം, ഞാനും മുസ്ലിം, ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ? ആരാണ് ഈ പറയണത്? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. ഇന്ന് സംഘടനകൾ ടിക്കറ്റ് കൊടുക്കുക സ്വർഗത്ത്, നിങ്ങൾ പോരി, നമ്മളിപ്പം കൂടി ഞങ്ങൾ സ്വർഗത്ത് ഉറപ്പാ, ഞങ്ങളാ സുന്നികൾ, നിങ്ങൾ പോരി. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു പോകല്ലേ സഹോദര. സ്വഹാബിമാരത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല, മുഅ്മിനീങ്ങൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല, വീമ്പിളക്കാൻ.